മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സൈക്ലോമീറ്ററാണ്. ഇപ്പോൾ ഫോട്ടോസും വീഡിയോസും കണ്ടപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ച കാര്യമാണ് ഞാൻ ഏത് സൈക്ലോ കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഞാൻ ഉപയോഗിക്കുന്ന സൈക്ലോ കമ്പ്യൂട്ടർ ഏതാണെന്നാണ്. ഇത് കാറ്റയുടെ വെലോ 7 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിനൊരു 2016 ഫസ്റ്റ് ടൈം വാങ്ങുന്നത്. അത് ആദ്യം ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഫയർഫോക്സിൻ്റെ ഒരു ഹൈബ്രിഡ് ആയിരുന്നു. അപ്പോൾ അതിൽ ഫയർഫോക്സിൻ്റെ തന്നെ ഒരു സൈക്ലോമീറ്ററാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ആക്യുറേറ്റഡായിരുന്നു. അത് വയേർഡ് തന്നെയായിരുന്നു. അത് മാഗ്നറ്റിക് ഫീൽഡൊക്കെ കാണുമ്പോൾ അതിൻ്റെ അടുത്ത് കൂടി നമ്മൾ പാസ് ചെയ്യുമ്പോൾ അത് എറർ കാണിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചും കൂടി നല്ലൊരു സൈക്ലോമീറ്ററിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് ഞാൻ അതിൽ നിന്ന് ഈ ഫയർഫോക്സിൽ നിന്ന് ഒരു റോഡ് സൈക്കിളിലേക്ക് മാറിയപ്പോൾ ഞാൻ ആ സമയം എടുത്തതാണ്. ഇപ്പോൾ 2016 ഇത് പർച്ചേസ് ചെയ്തത്. ഇതുവരെ ഞാൻ അതിൻ്റെ ബാറ്ററി ചേഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ വെലോ 7 എന്നുള്ള പേര് വരുന്നത് ഇതിന് 7 ഫങ്ഷൻസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിനെ വെലോ 7 എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത മോഡലിൽ വെലോ 9 ഉണ്ട്. അത് ഇതിനെക്കാട്ടിയും 2 ഫങ്ഷൻസ് കൂടുതലാണ്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി നോക്കാം. ഇതൊരു ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക്കിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് ഫ്രണ്ട് ഒരു ട്രാൻസ്പെറൻറ്റ് സ്ക്രീനാണ് വരുന്നത്. കാറ്റeye Velo 7 എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്മുടെ മെയിനായിട്ടുള്ള സ്ക്രീനുണ്ട്. പിന്നെ ഒരു സിംഗിൾ ബട്ടണിലാണ് നമുക്ക് ഫുൾ ഇതിൻ്റെ കാര്യം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കാറ്റeye എന്നുള്ളൊരു ലോഗോയുണ്ട്. പിന്നെ ഇതൊരു 5 സെൻറ്റിമീറ്റർ ലെങ്ത്തും ഒരു 3 സെൻറ്റിമീറ്ററോളം വിഡ്ത്തുമാണ് ഇത് വരുന്നത്. ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇത് ബട്ടണിട ഇത് ബാറ്ററി ഇടാനുള്ള ഒരു വേർഷനാണ്. ഇത് ബട്ടൺ ബാറ്ററിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ബാറ്ററി ഏത് ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത് മോഡൽ നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കൊരു കോയിൻ വെച്ചാണ് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇത് സെൻസറായിട്ടുള്ള കോണ്ടാക്ട്സ് ആണ്. ഒരു ഫാക്ടറി സെറ്റ് ബട്ടണാണ് വേറെ എക്സ്ട്രാ ഉള്ളത്. അത് നമുക്കൊരു പിൻ വെച്ചോ അല്ലെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഫസ്റ്റ് തന്നെ ടൈം കാണിക്കും. പിന്നെ ഇത് മോളിൽ കാണിക്കുന്നത് നമ്മളുടെ കറണ്ട് സ്പീഡ്, നമ്മൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള കറണ്ട് സ്പീഡാണ് ഈ കാണിക്കുന്നത്. പിന്നെ ഇവിടെ വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവറേജ് സ്പീഡ് മെഷർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് ഇപ്പോൾ ആവറേജ് സ്പീഡ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ റൈഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമ്മൾ ആവറേജ് സ്പീഡും കാണിക്കും. ഇപ്പോൾ ഈ കറണ്ട് സ്പീഡിൻ്റെ ഒപ്പം കാണിക്കുന്നത് ആവറേജ് സ്പീഡിനെക്കാട്ടിയും നമ്മൾ സ്പീഡ് കൂടുതലാണോ പോകുന്നത് കുറവിലാണോ പോകുന്നതെന്ന് ഇവിടെ കാണിക്കും. അത് ചെറിയൊരു ആരോ ആണ് കാണിക്കുന്നത്. നമ്മൾ സ്ലോയിലാവുകയാണെങ്കിൽ ഡൗൺ കാണിക്കും. സ്പീഡ് കൂടുതലാണ് ഇപ്പോൾ കറണ്ട് സ്പീഡെങ്കിൽ അതും അപ്പ് കാണിക്കും. ഇത് 2 ഫങ്ഷൻസ്. ഇത് നമ്മൾ ട്രിപ്പ് ടൈമാണ്. നമ്മൾ ഇപ്പോൾ ബൈക്കിൽ നമ്മൾ ട്രിപ്പ് സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതിലും സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് ട്രിപ്പ് ടൈമാണ് കാണിക്കുന്നത്. അത് 3 മണിക്കൂർ 39 മിനിറ്റ് 43 സെക്കൻഡാണ് കാണിക്കുന്നത്. അടുത്ത ഫങ്ഷൻ ഡിസ്റ്റൻസ്, അതായത് ആ ട്രിപ്പ് ഡിസ്റ്റൻസ്. ഇപ്പോൾ 75 കിലോമീറ്റർ നമ്മൾ റൈഡ് ചെയ്തിട്ടുണ്ട് ആ ട്രിപ്പിൽ. പിന്നെ ആവറേജ് സ്പീഡ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു ട്രിപ്പിൽ നമുക്ക് എത്ര ആവറേജ് കിട്ടിയെന്നുള്ളതാണ് ഈ കാണിക്കുന്നത് 20.6. ഇത് മാക്സിമം സ്പീഡ്, അതായത് ആ കറണ്ട് ട്രിപ്പിൽ നമുക്ക് മാക്സിമം സ്പീഡ് എത്ര എന്നുള്ളത്. ഇത് നമ്മളുടെ ഓഡോമീറ്റർ. അതായത് ഈ മീറ്റർ ഇതിൽ ഫിറ്റ് ചെയ്തിട്ട് എത്ര റൈഡ് ചെയ്യുന്നത്. അപ്പോൾ 5024 കിലോമീറ്റർ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും ഫങ്ഷൻസാണ് ഇതിലുള്ളത്. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ള പാർട്ട് ഒന്നാമത് ഈ സൈക്ലോ കമ്പ്യൂട്ടർ, പിന്നെ രണ്ടാമത് ഈ ബ്രാക്കറ്റ്. ഈ ബ്രാക്കറ്റിലാണ് സെൻസറിൽ നിന്ന് ഈ സൈക്ലോ കമ്പ്യൂട്ടറിലുള്ള കോണ്ടാക്ട്സ് ഇരിക്കുന്നത്. അത് ഈ കാണുന്ന ഈ സിൽവർ കളറിൽ കാണുന്ന 2 മെറ്റൽ പീസുകളാണ്. ഇനി ഇത് ബ്രാക്കറ്റ് ഇവിടെ നമ്മൾ ഹാൻഡിലിൽ നമുക്ക് വേണമെങ്കിൽ ഈ പോർഷനിൽ വെക്കാം, അല്ലെങ്കിൽ ഈ പോർഷനിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെക്കാം. ഇവിടെ 2 ടൈ ഉപയോഗിച്ച് ടൈ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടുള്ള ബാക്കി 2 ഭാഗങ്ങൾ, ഒന്ന് സെൻസറും മറ്റേത് മാഗ്നറ്റുമാണ്. ഈ കാണുന്നതാണ് ഈ സെൻസർ. ഈ സെൻസർ നമ്മൾ ഫോർക്കിലാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് മാഗ്നറ്റാണ്. മാഗ്നറ്റും
ഈ സെൻസറും തമ്മിൽ 5 മില്ലിമീറ്റർ ഡിസ്റ്റൻസിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ സെൻസിങ് സോൺ. ഈ പറഞ്ഞൊരു ഡിസ്റ്റൻസിലാണെങ്കിൽ മാത്രമേ നമ്മുടെ സൈക്കിൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുകയും ഇത് നമ്മളുടെ സ്പീഡും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുകയും ചെയ്യുള്ളൂ. ഇതിൻ്റെ ഗുണങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ ഒന്നാമത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി, പിന്നെ ഇതിൻ്റെ ആക്യുറസി, പിന്നെ ബാറ്ററി ലോങ് ലൈഫ്, ഇതൊക്കെയാണ് എടുത്ത് പറയാൻ പറ്റുന്നത്. സാധാരണ നമ്മൾ ഒരു സൈക്കിൾ വാങ്ങിയപ്പോൾ എല്ലാവരും മിക്കവാറും വാങ്ങുന്നത് ഒരു 350 തുടങ്ങി നമുക്ക് ഓൺലൈനിൽ സൈക്ലോമീറ്റർ കിട്ടും. അപ്പോൾ അതങ്ങനത്തെ ഒരു കുറഞ്ഞ സൈക്ലോമീറ്റർ ആയിക്കോളും എല്ലാവരും വാങ്ങി വെക്കുന്നത്. പിന്നീടായിക്കോളും അത് കംപ്ലൈൻ്റ് ആയി കഴിയുമ്പോഴേക്കുള്ളൂ വീണ്ടും ഒരു നല്ല ഒരു മോഡലിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മോഡൽ കാറ്റയുടെയും ഒരു മോഡൽ വെലോ 7 അല്ലെങ്കിൽ 9 ആവശ്യമുണ്ടെങ്കിൽ 9 വാങ്ങുക. ഞാനിതെടുത്ത ശേഷം ഇതിൻ്റെ സ്ക്രീനിൽ സ്ക്രാച്ചസ് വരാതിരിക്കാനായിട്ട് ഒരു ക്ലിയർ സ്ക്രീൻ കൂടി അതിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചിട്ടുണ്ട്. അത് മൊബൈലിലൊക്കെ മുമ്പ് ഉപയോഗിച്ചിരുന്ന ഒരു സ്ക്രീൻ ഗാർഡ് ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക് ടൈപ്പ്. ഇപ്പോൾ വരുന്നത് ടെമ്പേർഡ് ഗ്ലാസ് ആണ്. ടെമ്പേർഡ് ഗ്ലാസ്സിന് മുമ്പ് വന്നിരുന്ന ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇതിൻ്റെ സ്ക്രീനിൽ സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും നമുക്ക് സെപ്പറേറ്റ് വാങ്ങാൻ കിട്ടും. ഇപ്പോൾ ഈ സൈക്ലോ കമ്പ്യൂട്ടറും മാത്രമാണെങ്കിൽ നമുക്ക് അങ്ങനെ വാങ്ങാം, ഈ ബ്രാക്കറ്റ് മാത്രമാണെങ്കിൽ അങ്ങനെ വാങ്ങാം, മാഗ്നറ്റ് മാത്രമാണെങ്കിൽ മാഗ്നറ്റ് മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യാം. ഇത് നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന രീതിയിലാണ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ ഒപ്പം ഒരു മാനുവലുണ്ട്. മാനുവലിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന്. അതായത് നമ്മുടെ ടയറിൻ്റെ സൈഡിൽ നമ്മൾ ടയറിൻ്റെ സൈസ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ ടയറിൻ്റെ സൈസ് വെച്ചാണ് ഇത് നമ്മൾ എത്ര ദൂരത്തിലാണ് നമ്മൾ പോകുന്നതെന്ന് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൽ നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ടൈമും നമ്മൾ ഉപയോഗിക്കുന്ന ടയറിൻ്റെ സൈസും ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേറെ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ കാണുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സൈക്കിളിൻ്റെ ടയറിൻ്റെ സൈസാണ്. അത് ഈ സൈസ് നമ്മൾ വായിച്ച് നോക്കിയിട്ട് വേണം നമ്മളുടെ സൈക്കിൾ കമ്പ്യൂട്ടറിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഒരു 732 സൈസാണ്. അപ്പോൾ നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടയർ സൈസ് നോക്കിയിട്ട് വേണം ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അത് കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താലേ ആക്യുറേറ്റ് ആയിട്ട് കാണിക്കുള്ളൂ നമ്മൾ എത്ര ദൂരമാണ് യാത്ര ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമുക്കൊരു 1300-1350 റേഞ്ചിലാണ് ഇപ്പോൾ കിട്ടുന്നത്. ഞാനിത് 2016 വാങ്ങുമ്പോൾ 1000 രൂപക്കാണ് വാങ്ങിയത്. പിന്നെ വെലോ 9 പ്രൈസ് വരുന്നത് 1500 അടുത്താണ്. ഇത് നമുക്കൊരു 1000-1500 റേഞ്ചിൽ നമുക്ക് വാങ്ങാവുന്ന ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയുള്ള, ഒരുപാട് പേര് ഇപ്പോൾ എറണാകുളത്തും കേരളത്തിലും തന്നെ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന നല്ല റിവ്യൂ ഉള്ള ഒരു മോഡലാണ്. പിന്നെ ഇത് കൂടാതെ വെലോ 9 എന്നുള്ളൊരു മോഡലുണ്ട്. വെലോ 9 എന്നുള്ള മോഡൽ വന്നത് ഇത് കൂടാതെ 2 ഫംഗ്ഷൻസും കൂടി അതിൽ എക്സ്ട്രാ ഉണ്ട്. 8ാമതായിട്ട് വരുന്നത് കാർബൺ എമിഷൻ. അതായത് നമ്മൾ ഈ സൈക്കിള് റൈഡ് ചെയ്യുന്നത് കൊണ്ട് സാധാരണ നമ്മളൊരു പെട്രോൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഡീസൽ ഉപയോഗിച്ചോ ഉള്ള ഒരു വാഹനത്തിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ അതിൽ കാർബൺ എമിഷൻ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ എത്ര കാർബൺ പുറത്തേക്ക് വിടാതിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ 9ാമത്തത് കലോറി. അതായത് നമ്മൾ ഈ ഒരു 10 കിലോമീറ്റർ റൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കലോറി നമ്മൾ ബേൺ ചെയ്തു എന്നുള്ളതാണ് ആ 9ാമത്തെ ഫംഗ്ഷൻ കാണിക്കുന്നത്. നമ്മളൊരു 1000-1500 ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ളൊരു കമ്പ്യൂട്ടറാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമ്മൾ മാക്സിമം വയേർഡ് തന്നെ വാങ്ങുക. വയേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്യുറസി കൂടുതലായിരിക്കും. വേറെ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അല്ലാതെ വയർലെസ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ പ്രശ്നം, കുറഞ്ഞ കമ്പ്യൂട്ടർ ആണെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അടുത്ത് കൂടെ കടന്നു പോകുകയാണെങ്കിൽ അത് എറർ കാണിക്കും. ഇപ്പോൾ നമ്മളൊരു 25 കിലോമീറ്റർ സ്പീഡിലാണ് പോകണമെങ്കിൽ ചിലപ്പോൾ അത് കാണിക്കുന്നത് ചിലപ്പോൾ ഒരു 60 കിലോമീറ്റർ സ്പീഡായിരിക്കും. അത് നമ്മളുടെ ആവറേജ് സ്പീഡിനെയും ഓഡോമീറ്ററിനെയും ബാക്കി മൊത്തത്തിലുള്ള എല്ലാ മെഷർമെൻറ്റിനെയും അത് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറഞ്ഞ ഒരു കമ്പ്യൂട്ടറാണ്, അതായത് ഈ പറഞ്ഞൊരു 1500 ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ളൊരു സൈക്കിൾ കമ്പ്യൂട്ടറാണ് നമ്മൾ എടുക്കാൻ നിൽക്കുന്നതെങ്കിൽ മാക്സിമം വയേർഡായിട്ടുള്ളതിനെ വാങ്ങിക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ ഇൻസ്റ്റാളേഷനും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ നമുക്ക് കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.